ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി പുഷ്കർ മഹാബലിന്റെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ക്രൈം ഡ്രാമ ത്രില്ലർ മൂവിയാണ് വെൽക്കം ഹോം. തുടക്കം മുതൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയാണിത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മാർക്കിടാൻ വരുന്ന ഒരാളിനെയാണ്. അങ്ങനെ ആ പോസ്റ്റിൽ മാർക്കിട്ട ശേഷം അയാൾ അവിടെ ഒരു വീടിനോട് ചേർന്നിരിക്കുന്ന പോസ്റ്റിന്റെ അടുത്ത് എത്തുകയും അതിനും മാർക്കിടുകയും ചെയ്യുന്നു. ശേഷം അയാൾ വണ്ടിയിൽ കയറി വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ കുപ്പിയിൽ വെള്ളം തീർന്നിരിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം ചോദിക്കാമെന്ന് കരുതി അയാൾ അവിടേക്ക് കയറി ചെല്ലുന്നു. അവിടുത്തെ ഒരു കൂട്ടിൽ പശു നിൽക്കുന്നത് കണ്ട് വീട്ടിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ നേരെ അവിടുത്തെ കതവിൽ മുട്ടി നോക്കുന്നു. അനക്കമില്ലാത്തത് കൊണ്ട് അയാൾ പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കുകയും ഉടൻ ഒരാൾ അവിടേക്ക് വന്ന് ഡോർ തുറക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം തരുമോന്ന് അവൻ ചോദിക്കുന്നതിനിടെ ഉള്ളിൽ ആരുടെയോ എന്തൊക്കെയോ കരച്ചിൽ കേൾക്കുകയും അവന് എന്തോ പന്തികേട് തോന്നുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ അനുജയെയാണ്. അവൾ മഹാരാഷ്ട്രയിൽ ടീച്ചറായി ജോലി കിട്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ആവശ്യമായ സാധനങ്ങളെല്ലാം മേടിച്ച് അവൾ താമസിക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു. ഇതിനിടെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ വിളിക്കുകയും ഞാൻ നിന്റെ വീട്ടിൽ വിവാഹം ആലോചിക്കാൻ വരാൻ പോവുകയാണെന്നും ഉടനെ കല്യാണം നടത്തി നീ എന്റെ കൂടെ ഗൾഫിലേക്ക് വരണമെന്നുമൊക്കെ അവൻ പറയുമ്പോൾ എനിക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ അവൾ പറയുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്നും ജോലിയൊക്കെ നിർത്തി എന്റെ കൂടെ വന്നോളണമെന്ന് അവൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൾ നേരെ സ്കൂളിലേക്ക് ചെന്നിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് അവിടെയുള്ളവരെയൊക്കെ കണ്ട് അവൾ ഒരിടത്ത് ചെന്നിരിക്കുകയും പുതുതായി വന്ന അവളെ പലരും വന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അന്നവൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ പിയൂൺ വന്ന് ഒരു ലെറ്റർ കൊടുക്കുകയും നിങ്ങൾക്ക് സെൻസസ് എടുക്കാൻ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടെന്നും ഓഫീസിലേക്ക് ചെല്ലണമെന്നും പറയും. അങ്ങനെ അവൾ ഓഫീസിലേക്ക് ചെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയാണ്. ഹെഡ് മാസ്റ്റർ അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുകയും നിങ്ങളുടെ കൂടെ സെൻസസിന് വരുന്നത് നേഹ ടീച്ചർ ആണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും ഡ്യൂട്ടിക്ക് തയ്യാറാവുകയും ഫയലൊക്കെ എടുത്ത് അവർക്ക് പോകേണ്ട സ്ഥലമെല്ലാം മാപ്പിൽ നോക്കി ക്ലിയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ പിറ്റേന്ന് മുതൽ അവർ സെൻസസിന് ഇറങ്ങിയിരിക്കുകയാണ്. ഓരോ വീടുകളിലേക്കും അവർ ചെന്ന് ആ വീടുകളിലുള്ളവരുടെ പേരും വിവരങ്ങളും കാര്യങ്ങളുമെല്ലാം എഴുതിയെടുക്കുന്നു. അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും സെൻസസ് എടുത്ത ശേഷം പോവാൻ നോക്കുമ്പോൾ ഖുബാല എന്ന സ്ഥലത്ത് ഒരു വീട് കൂടിയുണ്ട്. അങ്ങനെ അവർ അവിടേക്ക് പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ ആ സ്ഥലം കുറച്ച് ഉള്ളിലേക്കാണ്. ആ വീട്ടിലും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ അവിടേക്ക് വിടുന്നു. പോകെ പോകെ മനുഷ്യരാരും ഇല്ലാത്ത സ്ഥലത്തേക്ക് അവർ എത്തുകയും കാടിനുള്ളിലൂടെ പോയി എവിടെയോ ഒരിടത്ത് എത്തുകയും നമുക്കിനി തിരിച്ചു പോകാമെന്നും ഇവിടെയെങ്ങും വീടൊന്നും ഇല്ലെന്നും ആൾതാമസമില്ലാത്ത വീടാണെന്ന് നമുക്ക് എഴുതി വെക്കാമെന്നും നേഹ പറയുന്നു. അങ്ങനെ അവർ തിരിക്കുന്നതിനിടെ അവിടെ ആ വീട് കാണുകയും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വീട്ടിലേക്ക് അവർ രണ്ടുപേരും പോവുകയും ചെയ്യും. അങ്ങനെ അവിടെ എത്തിയ ശേഷം അവർ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. വാതിലിൽ മുട്ടി വിളിച്ചിട്ടും ആരും തുറക്കാത്തതിനാൽ ആളുണ്ടാവില്ലെന്ന് നമുക്ക് പോകാമെന്നും നേഹ പറയുകയും ഇത്രയും ദൂരം വന്നാലേ ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിനിടെ മഴ പെയ്യുകയും ചെയ്യുന്നു. ഇതോടെ കയറി നിൽക്കാനായി അവർ വാതിലിൽ മുട്ടുകയും പെട്ടെന്ന് വാതിൽ കുറച്ചു തുറന്ന് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നതായി കാണുകയും ചെയ്യും. ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണെന്നും വാതിൽ തുറക്കാനും അവർ പറയുമ്പോൾ അവൾ പേടിയോടെ ഉള്ളിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ നേഹ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി നിൽക്കുകയും മഴയായതുകൊണ്ടാണെന്ന് പറയുകയും ചെയ്യും. ഇതോടെ അവൾ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവളോടൊപ്പം ഉള്ളിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിൽ ആകെ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. അവർ നേരെ ചെല്ലുന്നത് അവിടുത്തെ ഒരു റൂമിലേക്കാണ്. ഇതോടെ നേഹ അവിടെ പോയി ഇരിക്കുകയും അനുജയും അവളോടൊപ്പം പോയി ഇരിക്കുകയും ചെയ്യും. അപ്പോഴും ആ പെൺകുട്ടി പേടിയുടെ ഉള്ളിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ കഴുത്തിലും കയ്യിലുമൊക്കെ ആക്രമിക്കപ്പെട്ട കുറെ പാടുകൾ കാണുകയും എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അനുജയ്ക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളുടെ പേരെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ പ്രേരണയാണെന്ന് പെൺകുട്ടി പറയുകയും ഇതൊക്കെ അവർ എഴുതി വെക്കുകയും ചെയ്യുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ പേടിയുടെ ഉള്ളിലേക്കൊക്കെ നോക്കുകയും അവൾ വല്ലാതെയൊക്കെ ഇരിക്കുകയും ചെയ്യുന്നു. അവളുടെ പെരുമാറ്റമൊക്കെ വല്ലാതെ പേടിച്ച് ഒരു പ്രത്യേക രീതിയിലാണ്. അങ്ങനെ ഓരോന്ന് പറയുന്നതിനിടെ വയറ്റിലുള്ളത് നിങ്ങളുടെ ആദ്യത്തെ കുട്ടിയാണോ എന്ന് അനുജ ചോദിക്കുകയും അല്ലെന്ന് അവൾ പറയുകയും ചെയ്യും. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളൊന്നുമില്ലെന്ന് അവൾ പറയുകയും എന്ന് വെച്ചാൽ എന്താ മനസ്സിലായില്ലെന്ന് അനുജ ചോദിക്കുമ്പോൾ എന്റെ കുട്ടികളെല്ലാം മരിച്ചു പോകുമെന്നും അവൾ പറയുന്നു. ഇതോടെ എന്തൊക്കെയോ സംശയം തോന്നുന്ന അനുജ നിങ്ങൾ ഏത് ആശുപത്രിയിലാ പോകാറുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു സ്ത്രീ അവിടേക്ക് കയറി വരുന്നു. ഞങ്ങൾ ജനസംഖ്യ കണക്കെടുക്കാൻ വന്നതാണെന്നൊക്കെ അവർ ആ സ്ത്രീയോട് പറയുകയും എന്നിട്ട് വേണ്ടതൊക്കെ കിട്ടിയൊന്ന് അവർ പരിക്കനായി ചോദിക്കുമ്പോൾ ആ കിട്ടിയെല്ലാം കഴിഞ്ഞുവെന്ന് നേഹ പറയുകയും അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ വന്ന് കയറുന്നതിനിടെ അവളുടെ കഴുത്തിലേക്ക് മുറിവുകൾ നീ കണ്ടായിരുന്നോ എന്ന് അനുജ ചോദിക്കുകയും വണ്ടി തിരിക്കുന്നതിനിടെ അവിടെ ഒരു പ്രത്യേക ആളിനെ അവർ കാണുകയും ചെയ്യും. അവന്റെ നിൽപ്പും നോട്ടവും ഒക്കെ കണ്ട് അവർക്കാകെ പന്തികേട് തോന്നുകയും സ്കൂട്ടറിൽ കയറി അപ്പോൾ തന്നെ അവിടെ നിന്ന് പൊയ്ക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തിരിച്ച് സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ചേട്ടന്റെ ബൈക്ക് ഇരിക്കുന്നത് കണ്ട നേഹ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറയുമെന്നും സമയം ഒരുപാട് താമസിച്ചുവെന്നുമൊക്കെ പറയുന്നു. അങ്ങനെ അവർ അവിടേക്ക് ചെല്ലുമ്പോൾ അവളുടെ ചേട്ടൻ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. ഇത്രയും നേരം എന്ത് ചെയ്യുകയായിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ സെൻസസ് എടുക്കാൻ പോയതാണെന്ന് പറയുകയും ഇക്കണക്കിനാണ് നിന്റെ ജോലിയെങ്കിൽ 2 കാലും തല്ലിയൊടിച്ച് വീട്ടിലിടുമെന്നും ചേട്ടൻ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് നേഹയും അനുജയും സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ്. നമ്മൾ ഇന്നലത്തെ വീട്ടിൽ കണ്ട പെൺകുട്ടിയെ അവർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടാവുമെന്നും നമുക്ക് അവിടെ പോയി അതൊന്ന് അന്വേഷിച്ച് അവളെ
പറ്റുന്ന രീതിയിൽ സഹായിച്ചാലോ എന്ന് അനുജ പറയുമ്പോൾ, നിനക്കെന്താ വട്ടാണോ? ഓരോ വീട്ടിലും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്റെ ചേട്ടൻ എന്നെ തല്ലുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. അതുപോലെയേ ഉള്ളൂ അവിടെയും. അതിന്റെ ഒന്നും പിറകെ നമ്മൾ പോവേണ്ട കാര്യമില്ലെന്നൊക്കെ നേഹ പറയുന്നു. വെറുതെ നീ എന്റെ കൂടെ ഒന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അനുജ നിർബന്ധിക്കുകയും അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും ആ വീട് ലക്ഷ്യമാക്കി പോവുകയും ചെയ്യുന്നു. റോഡിൽ നിന്ന് ഉള്ളിലേക്കുള്ള വഴിയിലേക്കൊക്കെ കയറി അവർ ഒരുപാട് ദൂരം താണ്ടി ആ വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ കുറെ ദൂരം പിന്നിട്ട് അവർ അവിടെ എത്തുകയും വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്യും. ഇത് മുകളിൽ നിന്ന് അവിടെയുള്ളവൻ കാണുകയും നിങ്ങൾ പിന്നെയും വന്നതെന്നും ഞാൻ കതക് തുറന്നു തരാമെന്നും അവൻ പറയുന്നു. അങ്ങനെ അവൻ കതക് തുറന്ന് അവർ ഉള്ളിലേക്ക് വരികയും അവിടുത്തെ അമ്മയുടെ റൂമിലേക്ക് ചെന്ന് ഇരിക്കുകയും ചെയ്യുന്നു. അവിടെയുള്ളവന്റെ നോട്ടമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. പ്രേരണ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് സുഖമില്ലെന്ന് അവൻ പറയുകയും ഉടൻ അമ്മ അവനെ ആംഗ്യം കാണിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ അവിടെ നിന്ന് പോവുകയും അല്പസമയത്തിനുള്ളിൽ മറ്റൊരാളെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയും ചെയ്യും. മുമ്പ് രണ്ടുപേര് എണ്ണമെടുക്കാൻ വന്നെന്ന് പറഞ്ഞില്ലേ, അവരാണെന്ന് ആ സ്ത്രീ അയാളോട് പറയുകയും അയാൾ ആവശ്യമുള്ളത് ചോദിച്ചുകൊള്ളാൻ ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നു. ഇവിടെ എത്ര പേരുണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ അയാൾ ആംഗ്യം കാണിക്കുകയും അതിനനുസരിച്ച് ആ സ്ത്രീ പറയുകയും ചെയ്യുന്നു. അയാൾ ഒന്നും മിണ്ടാത്തത് കണ്ട് അവർ കൺഫ്യൂഷനായി ഇരിക്കുമ്പോൾ അദ്ദേഹം 5 വർഷത്തെ മൗനവ്രതത്തിലാണെന്നും ഇനി 2 വർഷം കൂടി ബാക്കിയുണ്ടെന്നും സ്ത്രീ പറയുന്നു. ഉടൻ കുഞ്ഞിന് സുഖമാണോ എന്ന് അവൾ ചോദിക്കുകയും അവരെല്ലാവരും ഒന്ന് അപ്സെറ്റ് ആവുകയും ചെയ്യുന്നു. അന്ന് കണ്ടപ്പോൾ ഗർഭിണിയായിരുന്നു, ഇപ്പോൾ അവൾ പ്രസവിച്ചു കാണുമല്ലോ എന്ന് അവർ പറയുമ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവുകയും കുഞ്ഞ് 2 ആഴ്ച മുന്നേ മരിച്ചുപോയെന്ന് ആ സ്ത്രീ പറയുകയും ചെയ്യും. ഇതോടെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാവുന്ന അവർ പതിയെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നു. അവർ പെട്ടെന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നതിനിടെ നല്ല മഴ പെയ്യുകയും മഴ നനയാതെ കുറച്ചുനേരം ഇവിടെ കയറി നിൽക്കാൻ സ്ത്രീ വിളിച്ചു പറയുകയും ചെയ്യും. അവർ എങ്ങനെയെങ്കിലും വണ്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അവിടെയുള്ളവൻ കുടയുമായി നേഹയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് വണ്ടിയെടുക്കാൻ നേഹ പേടിച്ച് പറയുകയും എന്നാൽ അവർ വണ്ടിയെടുക്കാൻ ശ്രമിച്ചിട്ട് ഒരു വിധത്തിലും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഈ മഴയത്ത് നമുക്ക് എന്തായാലും പോവാൻ പറ്റില്ലെന്നും മഴ തോരാതെ ഒരു വഴിയുമില്ലെന്നും അവർ പറയുന്നു. ഇതോടെ അവർ പോകാൻ കഴിയാതെ അവിടെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാകുന്നു. അവർ വീട്ടിലുള്ളവരോടൊപ്പം ആഹാരം കഴിക്കാനിരിക്കുകയാണ്. ഭോല എന്ന ആ പയ്യൻ വന്ന് അവർ ഓരോരുത്തർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്നു. അവരോടൊപ്പം പ്രേരണയും കഴിക്കാനിരിക്കുന്നുണ്ട്. വിളമ്പിയ ശേഷവും ആരും ഒന്നും കഴിക്കാതിരിക്കുന്നത് കണ്ട് നേഹ കഴിക്കാൻ ശ്രമിക്കുകയും അയാൾ തടയുകയും ചെയ്യുന്നു. എന്താണെന്ന് മനസ്സിലാവാതെ അവർ ഇരിക്കുമ്പോൾ ഭോല അവിടേക്ക് വരികയും പശുവിന് തീറ്റ കൊടുത്തുവെന്ന് സ്ത്രീ ചോദിക്കുമ്പോൾ കൊടുത്തുവെന്ന് അവൻ പറയുകയും ഇതോടെ അവരോട് കഴിക്കാൻ പറയുകയും ചെയ്യും. കഴിക്കുന്നതിനിടയിലെല്ലാം അവർ പ്രേരണയാണ് ശ്രദ്ധിക്കുന്നത്. ഇതിനിടെ സ്ത്രീ അവരോട് ഇന്ന് പോകാൻ പാടാണെന്നും രാവിലെ പോകാമെന്നും ഇവിടെ മുറി തരാമെന്നും അവർ പറയുന്നു. അങ്ങനെ ഭോല അവർക്കുള്ള മുറി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോഴും അവൻ അവരെ വല്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയും അവൻ പുറത്തുപോയ ഉടനെ തന്നെ അവർ വാതിലടയ്ക്കുകയും ചെയ്യും. ശേഷം അനുജ വന്ന് ജനൽ തുറന്നു നോക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് അർദ്ധരാത്രി ആയിരിക്കുകയാണ്. വീട്ടിലുള്ള സ്ത്രീയൊക്കെ ഉറങ്ങി മൊത്തത്തിൽ ആകെ സൈലന്റ് ആയി കിടക്കുന്നു. അപ്പോഴും പെൺകുട്ടികൾ ഉറങ്ങാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് പോയാലോന്നും അനുജ ചോദിക്കുമ്പോൾ പുറത്ത് റോഡും വെട്ടവും ഒന്നുമില്ല, അവിടുത്തെ ചെളിയിലൂടെ നിന്റെ വണ്ടി പോകത്തുമില്ല, പിന്നെ എങ്ങനെ പോവാനാണെന്ന് നേഹ ചോദിക്കുന്നു. എന്റെ ചേട്ടനാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക, ചേട്ടനോട് എന്ത് പറയുമെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഡോറിൽ ആരോ മുട്ടുന്നു. ഇതോടെ അവർ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അനുജ വളരെ പേടിയോടെ പതുക്കെ ഡോറിനടുത്തേക്ക് നീങ്ങുകയും സേഫ്റ്റിക്ക് വേണ്ടി അവിടെ ഇരുന്ന ഒരു കമ്പി എടുത്ത് പുറകിൽ പിടിച്ചുകൊണ്ട് ഡോർ തുറക്കുകയും ചെയ്യും. നോക്കുമ്പോൾ ഭോല അവിടെ വെള്ളവുമായി നിൽക്കുകയാണ്. ഇതോടെ അവൾ വെള്ളം വാങ്ങി ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഈ സമയം കൊണ്ട് നേഹ ചേട്ടനെ വിളിക്കുകയും ഞാൻ അനുജയുടെ വീട്ടിലുണ്ടെന്നും അവൾക്ക് തീരെ സുഖമില്ലെന്നും രാവിലെ 8 മണിക്ക് എത്തുമെന്നുമൊക്കെ ചേട്ടനോട് പറയും. അർദ്ധരാത്രിയിൽ നേഹ ഉറങ്ങുമ്പോഴും അനുജ ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പുറത്തെന്തോ ശബ്ദം കേട്ട് അവൾ ജനലിലൂടെ നോക്കുമ്പോൾ ഘനശ്യാം പുറത്തേക്ക് നടക്കുകയാണ്. അയാൾ പുറത്തുള്ള ഒരു പ്രത്യേക റൂമിലേക്ക് കയറുന്നതായി അവൾ കാണുകയും അല്പസമയത്തിനുള്ളിൽ അവിടുത്തെ കാഴ്ച കണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റ് നേഹയെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. എന്ത് പറ്റിയെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കരുതെന്നും നമുക്ക് ഇവിടെ നിന്ന് ഉടനെ തന്നെ പോകണമെന്നും പെട്ടെന്ന് ചെരുപ്പൊക്കെ ഇടാനും പറയുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കരുതെന്നും പുറത്ത് ഞാനൊരു ശവം കണ്ടുവെന്നും അനുജ പറയുകയും ഇതോടെ നേഹയുടെ കിളി പോവുകയും ചെയ്യും. നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പതിയെ തങ്ങളുടെ ബാഗൊക്കെ എടുക്കുകയും നൈസായി റൂം തുറന്ന് അവിടെ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ശബ്ദമുണ്ടാക്കാതെ അവർ പതിയെ അവിടെ നിന്ന് നടന്ന് സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ താഴെയുള്ള ഹാളിൽ എത്തിയ ശേഷം നോക്കുമ്പോൾ അവിടുത്തെ റൂമിൽ സ്ത്രീ ഉറങ്ങുന്നതായി കാണുകയും ഒച്ച വെക്കാതെ അവർ വാതിലിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് പൂട്ടിയിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. ഇതോടെ അവർ പതിയെ ശബ്ദമുണ്ടാക്കാതെ അപ്പുറത്തുള്ള അടുത്ത വാതിലിലേക്ക് ചെല്ലുന്നു. എന്നാൽ അതും പൂട്ടിയിരിക്കുകയാണ്. ഇതോടെ അവർ താക്കോൽ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പതിയെ അവരുടെ റൂമിലേക്ക് ചെല്ലുകയും അവിടെ തൂക്കിയിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. അങ്ങനെ നേഹ പതിയെ ശബ്ദമുണ്ടാക്കാതെ ആ താക്കോൽ എടുക്കുകയും അനുജ ഉള്ളിലേക്ക് കയറി ചെന്ന് അവരറിയാതെ പതിയെ അവിടെ ഇരുന്ന ടോർച്ച് എടുക്കുകയും ചെയ്യും. ശേഷം നേരെ അവിടുത്തെ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് അവർ അത് തുറക്കുന്നതിനിടെ ശബ്ദം കേൾക്കുകയും അവർ പേടിച്ചു നോക്കുമെങ്കിലും പ്രത്യേകിച്ച് അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് നൈസിന് ഡോർ തുറന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ നേഹ അനുജയോട് നീ ശരിക്കും ശവത്തെ കണ്ടോന്നൊക്കെ ചോദിക്കും.
ചോദിക്കുമ്പോൾ കണ്ടെന്നാണ് തോന്നുന്നതെന്ന് അവൾ പറയുകയും അപ്പോ ഉറപ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് ഈ വീട്ടിലാകെ എന്തോ പോലെ തോന്നുന്നു, നമുക്ക് എന്തായാലും പോകാമെന്ന് അവൾ പറയുമ്പോൾ പുറത്തൊന്നും കാണാനില്ല, കാടും കുറ്റാകുറ്റിരുട്ടുമാണ്. അഥവാ ഇവിടെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് ഭൂലോക മണ്ടത്തരമാണെന്നും പണി ഇരുന്ന് വാങ്ങുകയാണെന്നും ഒക്കെ നേഹ പറയുകയും അനുജ ആകെ കൺഫ്യൂഷനിലാവുകയും ചെയ്യുന്നു. നമുക്ക് എന്തായാലും നീ ശവം കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഒന്ന് നോക്കാം, ഉറപ്പുവരുത്തിയിട്ട് പ്രശ്നമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്ന് നേഹ പറയുകയും അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് ആ ഷെഡിന്റെ അടുത്തേക്ക് നടക്കുകയും ചെയ്യും. വളരെ ഭീകരമായ ഒരു പ്രത്യേക തരത്തിലുള്ള ഷെഡാണത്. അവർ നടന്ന് ഒരുവിധം അതിന്റെ അടുത്തെത്തുകയും അത് വലിച്ചു തുറന്ന് പതിയെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ശേഷം അവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ തറയിൽ എന്തോ കിടക്കുന്നത് അനുജ കാണുകയും അതെന്താണെന്ന് അവൾ ശ്രദ്ധിച്ചു നോക്കുന്നതിനിടെ നേഹ അവിടുത്തെ ലൈറ്റ് ഓണാക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരാൾ അവരുടെ നേർക്ക് ചാടി വീഴുന്നത് കണ്ട് അവർ പേടിച്ച് നിലവിളിച്ച് ആകെ ഭയന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും കമ്പിവേലിയൊക്കെ ഒരുവിധം ചാടി കടന്ന് ഇരുട്ടത്തുകൂടെ മുന്നിലേക്ക് ഓടുകയും ചെയ്യുന്നു. ഓടുന്നതിനിടെ അവർ മറിഞ്ഞു വീഴുകയും ചെളിയിലേക്ക് പൊതഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുവിധം ഓടി പൂർണ്ണമായി ഇരുട്ടുള്ള ഒരു സ്ഥലത്തെത്തുകയും എങ്ങോട്ട് പോകണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനായി ഒക്കെ നിൽക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും രണ്ട് വഴിയിലായിരിക്കുകയാണ്. അവർ പരസ്പരം വിളിച്ചുകൊണ്ട് ഓടി രണ്ടുപേരും ഒരുവിധം കണ്ടുമുട്ടുകയും ഫോൺ എടുക്കാൻ പറയുകയും ചെയ്യുന്നു. അനുജ നോക്കുമ്പോൾ അവളുടെ ഫോൺ റൂമിൽ വെച്ച് മറന്നുപോയിരിക്കുകയാണ്. അവർ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ തൊട്ടടുത്തെ കാട്ടിൽ നിന്നൊക്കെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഇതോടെ പട്ടിയോ ചെന്നായിയോ പോലുള്ള ഏതൊക്കെയോ ജീവികൾ തങ്ങളുടെ ചുറ്റുമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ആ ജീവികൾ തങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവർ രണ്ടുപേരും അപ്പോൾ തന്നെ അവിടെ നിന്ന് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചോടുകയും കമ്പിവേലിയൊക്കെ കടന്ന് ഉള്ളിൽ കയറി ജീവികളിൽ നിന്നും സേഫ് ആയ ശേഷം നിന്റെ ഫോൺ എടുക്കാൻ നേഹയോട് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവളുടെ ഫോണും റൂമിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. ഇതോടെ അവർ നേരെ ഓടി വീട്ടിലേക്ക് ചെല്ലുകയും പതിയെ ശബ്ദമുണ്ടാക്കാതെ ഉള്ളിലേക്ക് കയറി ചെന്ന് സ്ത്രീ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ കിടന്ന റൂമിലേക്ക് ഓടുന്നു. റൂമിലെത്തിയ ശേഷം അവർ ഫോൺ എടുക്കുമ്പോൾ ബാറ്ററി തീർന്ന് ഓഫായി പോയിരിക്കുകയാണ്. ഇനി നമുക്കൊരു വഴിയുമില്ല, തൽക്കാലം ഇവിടെ നിന്നിട്ട് വെളുപ്പിനെ പോവാം. നമ്മൾ പുറത്തു പോയെന്നോ അയാളെ കണ്ടെന്നോ ഇവർക്ക് ആർക്കും അറിയില്ല, നമ്മൾ ഒന്നും അറിയാത്തതുപോലെ രാവിലെ അങ്ങ് പോയാൽ മതിയെന്ന് അനുജ പറയുന്നു. അങ്ങനെ അവർ അത് ഉറപ്പിക്കുകയും ശേഷം താഴെ ചെന്ന് അവർ തുറന്ന വാതിലൊക്കെ പൂട്ടി താക്കോൽ നൈസിന് അവരറിയാതെ കിടന്ന സ്ഥലത്ത് തന്നെ തൂക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അവർ പണ്ട് നടന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരം വെളുക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും ഉണരുകയും തങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ആരും കാണാതെ ബെഡിനടിയിലേക്ക് വെച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ബോല അവരുടെ പിറകെ വന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നു. ഹാളിലെ റൂമിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും അവരെ തടയുന്നില്ല എന്ന് സ്ത്രീ ഘനശ്യാമിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഇല്ലെന്ന് അയാൾ ആംഗ്യം കാണിക്കുമ്പോൾ അവർ രണ്ടും ഇന്നലെ രാത്രി വീടിന്റെ വെളിയിൽ പോയിരുന്നുവെന്ന് അവർ പറയുന്നു. ഈ സമയം പെൺകുട്ടികൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഇതിനിടെ ഘനശ്യാം അവിടേക്ക് ഇറങ്ങി വരികയും അവർ പോകുന്നത് കണ്ട് രണ്ടുപേരും പിടിക്കാനായി ഓടുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുന്ന അവർ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ അവർ ആ പെൺകുട്ടികളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവരുടെ വണ്ടി ചെളിയിൽ പുതയുകയും അയാൾ ഓടി വന്ന് അനുജയെ പിടിക്കുകയും ചെയ്യുന്നു. നേഹ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ബോല ഒരു കല്ലെടുക്കുകയും അവളെ കൃത്യമായി എറിഞ്ഞിടുകയും ചെയ്യും. ഈ സമയം അനുജ അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് കണ്ട് ബോല അവിടേക്ക് ചെന്ന് അവളെ അടിച്ച് താഴെയിടുന്നു. ഇത് കാണുന്ന സ്ത്രീ ഉടൻ തന്നെ ഉള്ളിലേക്ക് ചെന്ന് അവിടെ പൂട്ടിയിട്ടിരുന്ന വാതിൽ തുറക്കുന്നു. പിന്നീട് ബോധം വരുന്ന പെൺകുട്ടികൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ തങ്ങളെ ഏതോ ഒരു റൂമിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. എവിടെയാണെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിനിടെ അവിടെ ഒരു ഏണി അവർ കാണുകയും അനുജ അതിലൂടെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരു വാതിൽ കാണുകയും ചെയ്യും. വാതിലിന്റെ വിടവിനടിയിലൂടെ നോക്കുന്ന അവൾക്ക് കാര്യം മനസ്സിലാവുകയും ഉടൻ തന്നെ താഴേക്ക് ഇറങ്ങി ചെന്ന് നമ്മളിപ്പോഴും ആ വീട്ടിൽ തന്നെയാണെന്നും ഈ വാതിലിന്റെ അടിയിലൂടെ അത് കാണാൻ കഴിയുന്നുണ്ടെന്നും നേഹയോട് പറയുമ്പോൾ അവൾ ഉടൻ തന്നെ ഏണിയിലൂടെ വലിഞ്ഞ് മുകളിലേക്ക് കയറുകയും ആ വാതിൽ തട്ടിക്കൊണ്ട് വാതിൽ തുറക്കാൻ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. അവരുടെ ബഹളം അവിടെയുള്ളവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാവുന്നു. ഇവരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എന്തേലും ചെയ്ത് അവരുടെ ശബ്ദം നിർത്താൻ സ്ത്രീ പറയുകയും അവൻ നേരെ ചെന്ന് തിളച്ച വെള്ളം ഒരു ബക്കറ്റിൽ കോരി എടുത്തുകൊണ്ട് വരികയും വിളിച്ചുകൊണ്ടിരുന്ന നേഹയുടെ മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്യും. താഴെ വീഴുന്ന നേഹ വെപ്രാളത്തോടെ പിച്ചും പെയും പറയാൻ തുടങ്ങുകയും നമ്മളിവിടെ കിടന്ന് ചാവുമെന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയും ചെയ്യുന്നു. ഒന്നും സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അനുജ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീയാണ് എല്ലാത്തിനും കാരണമെന്നും നീയാണ് എന്നെയും വലിച്ച് ഇങ്ങോട്ട് വന്നതെന്നും ഒക്കെ പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ അവിടെ ഇരുന്നും കിടന്നുമൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുകയാണ്. കുറെ നേരം കരഞ്ഞ ശേഷം രണ്ടും കൽപ്പിച്ച് അനുജ എഴുന്നേൽക്കുകയും ഇതിനിടെ അവിടെ ഓപ്പറേഷൻ നടത്തുന്ന സാധനങ്ങളും മരുന്നുമൊക്കെ കണ്ട് അവർ പ്രേരണയും ഇവിടെയാണ് കൊണ്ടുവരാറുള്ളതെന്നും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് ഇവിടെ നിന്നാണെന്നും ചിലപ്പോൾ പ്രേരണയും നമ്മളെപ്പോലെ ഇവിടെ വന്ന് പെട്ടതായിരിക്കാമെന്നും അവർ പറയുകയും ഇതോടെ രണ്ടുപേർക്കും പേടിയാവുകയും ചെയ്യും. ശേഷം രണ്ടും കൽപ്പിച്ച് അനുജ വാതിലിൽ നന്നായി മുട്ടുന്നു. ഒരുപാട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് മുട്ടുന്നത് കേട്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാവുകയും ഘനശ്യാം ഭോലയോട് സാധനം എടുത്തുകൊണ്ട്
എടുത്തുകൊണ്ട് വരാൻ പറയുകയും ചെയ്യും. അങ്ങനെ ഭോല ഒരു വടി എടുത്തുകൊണ്ട് അയാളുടെ കയ്യിൽ കൊടുക്കുകയും അവർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അനുജ താഴെ ഇറങ്ങി രണ്ടുപേരും അവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ഘനശ്യാം താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. താഴെ എത്തി നോക്കുമ്പോൾ അവിടെയെങ്ങും അവരെ കാണുന്നില്ല. ഇതിനിടെ ആ പെട്ടിയുടെ പിന്നിൽ അവർ ഒളിച്ചിരിപ്പുണ്ടെന്ന് അവന് മനസ്സിലാവുകയും പതിയെ അവിടേക്ക് ചെന്ന് അവരെ പിടികൂടുകയും ചെയ്യുന്നു. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരെ രണ്ടുപേരെയും അവിടെ പിടിച്ചിട്ട ശേഷം അയാൾ അവരെ അടിച്ച് പൊളിക്കുകയാണ്. അടികൊണ്ട് പൊളിയുന്ന നേഹ അയാളുടെ കാല് പിടിക്കുകയും ഘനശ്യാം അനുജയുടെ നേർക്ക് തിരിഞ്ഞ് അവളെ അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യും. ഇതെല്ലാം പ്രേരണ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാവുന്നു. അവരെ രണ്ടുപേരെയും കൈ കഴുത്തിൽ ബന്ധിപ്പിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അനുജ എങ്ങനെയെങ്കിലും കയറ് മുറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് കഴിയുന്നില്ല. ഇതിനിടെ ഭോല അവിടേക്ക് ഇറങ്ങി വരികയും അവൾ ഒന്നും അറിയാത്തതുപോലെ കിടക്കുകയും ചെയ്യും. അയാൾ ഭക്ഷണം കൊണ്ടുവന്ന് അവരോട് കഴിക്കാൻ പറയുന്നു. അവൻ നേഹയെ എഴുന്നേൽപ്പിച്ചിരുത്തിയ ശേഷം ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഇതിനിടെ അവളോട് അവൻ മോശമായി പെരുമാറുകയും പിന്നീട് ആഹാരം കൊടുക്കുമ്പോൾ അവൾ വേണ്ടെന്ന് പറയുകയും ചെയ്യും. ഇതോടെ അവൻ ദേഷ്യം പിടിച്ച് ആഹാരം അവളുടെ വായിലേക്ക് കുത്തിക്കയറ്റുകയും അനുജ അവനെ ചവിട്ടുകയും ചെയ്യും. ഇതോടെ അവൻ നേരെ അവളുടെ കഴുത്തിൽ ഇറുക്കുകയാണ്. അവൾ മരണത്തോട് മല്ലിടിക്കുന്നത് കണ്ട് നേഹ ആകെ പേടിച്ചിരിക്കും. പെട്ടെന്ന് അവിടെ വിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയും അവൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. പിന്നീട് എപ്പോഴോ ബോധം വന്ന് അനുജ എഴുന്നേൽക്കുമ്പോൾ ആ റൂമിൽ ഒരു ഓയിൽ ഇരിക്കുന്നതായി കണ്ട് അവൾ അത് തട്ടിയിട്ട ശേഷം അതുപയോഗിച്ച് കയറൊക്കെ അഴിച്ചെടുക്കുകയും നേഹയും അഴിച്ചുവിട്ട ശേഷം അവിടെ എലിയുടെയൊക്കെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വിടവ് കാണുകയും അത് തോണ്ടി നോക്കുമ്പോഴാണ് അതൊരു ഡ്രൈനേജ് ആണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. ഇതുവഴി പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടം തോണ്ടി ഡ്രൈനേജ് പൈപ്പ് കണ്ടെത്തുകയും അതിലൂടെ വളരെ പാടുപെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ പുറത്തുള്ള ഒരു കുളത്തിലൂടെ അവർ വെളിയിലെത്തുന്നു. അനുജ ഇറങ്ങുന്നതിനിടെ അവിടുത്തെ കമ്പിയിലുടക്കി അവരുടെ കാലിൽ പരിക്ക് പറ്റുന്നു. ഈ സമയം നേഹയുടെ ചേട്ടൻ ഒരുവിധം അന്വേഷിച്ച് ആ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതിനിടെ കുളത്തിൽ നിന്ന് കയറി വരുന്ന നേഹ ഘനശ്യാമിനെ അവിടെ കണ്ട് അവിടെ കിടന്ന ഒരു വണ്ടിയിൽ കയറി ഒളിക്കുന്നു. അവൻ അവിടേക്ക് വന്ന് രണ്ട് പെണ്ണുങ്ങൾ ഇവിടേക്ക് വന്നിരുന്നുവെന്ന് അയാളോട് അന്വേഷിക്കുമ്പോൾ അയാൾ ഇല്ലെന്ന് പറയുന്നു. ശേഷം അവിടേക്ക് ഇറങ്ങി വരുന്ന ഭോലയോട് അവൻ ഫോട്ടോയൊക്കെ കാണിച്ച് ചോദിക്കുകയാണ്. എന്നാൽ അപ്പുറത്തെ വണ്ടിയിലിരിക്കുന്ന നേഹ ചേട്ടൻ വന്ന കാര്യമൊന്നും അറിയുന്നില്ല. ഈ സമയം കൊണ്ട് പരിക്കേറ്റ കാലുമായി അനുജ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ അവൾ മറിഞ്ഞൊക്കെ വീണു പോവുകയും വളരെ പാടുപെട്ട് എങ്ങനെയെങ്കിലും അവിടുത്തെ ഷെഡിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവൾ അവിടേക്ക് പോകുന്നതെല്ലാം പ്രേരണ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അതിനുള്ളിലുള്ള ആൾ മയങ്ങി കിടക്കുകയാണ്. ഉള്ളിൽ കയറുന്ന അവൾ അയാൾക്ക് ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ ഉണരുകയും അവൾ നോക്കുമ്പോൾ അയാളുടെ ചങ്ങല ലോക്കിട്ട് വെച്ചിരിക്കുന്നതായി കാണുകയും ചെയ്യും. ഇപ്പോൾ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ലെന്നും സഹായവുമായി ഞാൻ തിരിച്ചു വരാമെന്നും അവൾ പറയുകയും ഈ സമയം നേഹയുടെ ചേട്ടൻ അവർ അവിടേക്ക് വന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ ശ്രമിക്കുകയും ചെയ്യും. നേരെ ചെന്ന് വണ്ടിയിൽ കയറുന്ന അവൻ നോക്കുമ്പോൾ അവിടെ നേഹയുടെ ലോക്കറ്റ് കാണുകയും ഇതോടെ അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും. ഇതോടെ അവൻ ഇറങ്ങി നേരെ നടന്ന് ഘനശ്യാമിന്റെ അടുത്തേക്ക് ചെല്ലുകയും എന്റെ അനിയത്തി എവിടെയുണ്ടെന്ന് പറയടാന്ന് ചോദിച്ച് അയാളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഉറക്കെ അവന്റെ ശബ്ദം കേട്ട് ചേട്ടൻ വന്നെന്ന് മനസ്സിലായി അനുജ ചേട്ടനെ ഉറക്കെ വിളിക്കുകയും ഈ സമയം കൊണ്ട് ഭോല ഒരു കല്ലെടുത്ത് അവന്റെ തലയിൽ അടിക്കുകയും വീണയുടൻ ഘനശ്യാം പാറക്കല്ലെടുത്ത് തലമണ്ട പൊളിക്കുകയും ചെയ്യും. അപ്പോഴേക്കും ഭോല നേഹയെ പിടികൂടിയിരിക്കുകയാണ്. ഘനശ്യാം ആണെങ്കിൽ അനുജ എവിടെയെന്ന് അറിയാതെ നിൽക്കുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് പ്രേരണ അവൾ ഉള്ള സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ഇതോടെ ഘനശ്യാം അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അനുജ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ അവളുടെ കാലിൽ പിടിക്കുകയും അവിടെ കിടന്നയാൾ അയാളെ തടയുന്ന സമയം കൊണ്ട് അവൾ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഒരു കമ്പിയെടുത്ത് ഘനശ്യാം അയാളുടെ തലമണ്ടയ്ക്ക് കുത്തിക്കയറ്റുന്നു. അയാൾ അവിടെ ഇരുന്ന കത്തിയെടുത്ത് അനുജയെ വെട്ടാൻ ശ്രമിക്കുകയാണ്. അവൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഘനശ്യാം അപ്പുറത്തെ സൈഡിലൂടെ ഓടി വരികയും അവൾ വേച്ച് നടന്ന് അവിടുത്തെ കുളത്തിന്റെ കരയിലെത്തുകയും ചെയ്യും. അപ്പോഴേക്കും അയാൾ അവളുടെ അടുത്തെത്തിയിരിക്കുകയാണ്. മറ്റൊരു വഴിയുമില്ലാതെ അവൾ അയാളുടെ മുന്നിൽ കീഴടങ്ങുന്നു. അങ്ങനെ അയാൾ അവളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഈ സമയം ഭോല നേഹയെ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയും മുകളിൽ നിന്ന് ഗ്രില്ലിലൂടെ താഴെ കിടക്കുന്ന ചേട്ടന്റെ തലയില്ലാതെ കിടക്കുന്ന ശവം കാണിക്കുകയും ചെയ്യും. ഇതോടെ അവൾ അവന്റെ നേർക്ക് തിരിഞ്ഞ് ദേഷ്യത്തോടെ അവനെ അടിക്കുകയൊക്കെ ചെയ്യുകയും അവൻ അവളെ പിടിച്ച് പൊട്ടിച്ച ശേഷം ഒരുപാട് ഉപദ്രവിക്കുകയും അടിക്കുകയും അവിടെ ഇട്ട് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവൾ നിലവിളിക്കുന്ന ശബ്ദമൊക്കെ അനുജ കേൾക്കുകയും അവൾ വാതിലിൽ നിർത്താതെ തട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് കേട്ട് ഘനശ്യാമിന് ദേഷ്യം വരികയും അയാൾ എഴുന്നേറ്റ് ചെന്ന് അനുജ ഇട്ടിരിക്കുന്ന റൂമിലേക്ക് കയറിയ ശേഷം അവളെ ഒരുപാട് അടിക്കുകയും ഒരു ബ്ലേഡ് എടുത്ത് അവളുടെ ചെവി മുറിച്ചു കളയുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ്. ആകെ തളർന്നു കിടക്കുന്ന നേഹ തന്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് ആത്മഹത്യ ചെയ്യാനായി അവളുടെ ഞരമ്പ് മുറിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഭോല അവിടേക്ക് കയറി വരികയും അവനിത് കാണുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവനൊരു തുണിയെടുത്ത് ആ മുറിവ് കെട്ടിവെക്കുകയും ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും നിന്നെ ഇവിടെ ആവശ്യമുണ്ടെന്നും പറയുന്നു. ഈ സമയം അനുജ ആകെ കിളിപോയിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ജനലിനടുത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒരു പലക കെട്ടിവെച്ചിരിക്കുന്നതായി കാണുകയും അതിലൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതോടെ ബെഡിനടിയിൽ വെച്ചിരിക്കുന്ന ടോർച്ച് എടുത്ത് അവൾ താഴേക്ക് എടുത്തു ചാടുന്നു. ആകെ തളർന്നിരിക്കുന്ന അവൾ അവരുടെ പശുവിനെ ഇട്ടിരിക്കുന്ന കൂട് കാണുകയും ഒരു ഐഡിയ തോന്നുകയും ചെയ്യുന്നു. ഭോലയാണെങ്കിൽ നേഹയുടെ അടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് കറണ്ട് പോവുകയും പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ ചെന്ന് നോക്കുമ്പോൾ പശുക്കൂട്
കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വന്ന് ഈ കാഴ്ച കാണുന്ന ഘനശ്യാമിന്റെ കിളി ആകെ പോകുന്നു. അവർ ദൈവത്തെ പോലെ കരുതിയിരുന്ന പശുവാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. വെള്ളമൊക്കെ ഒഴിക്കാൻ പോലെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ഇതോടെ അവർ സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് കരയുകയും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയും ചെയ്യും. ഘനശ്യാം ദേഷ്യത്തോടെ ഭോലയുടെ നേർക്ക് തിരിഞ്ഞ് അവനെ അടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നേഹയെ ഇട്ടിരിക്കുന്ന റൂമിലേക്ക് പ്രേരണ കയറി ചെല്ലുകയും അവൾക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എനിക്ക് വെള്ളമൊന്നും വേണ്ടെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നെ സഹായിച്ചാൽ മാത്രം മതിയെന്നും ഒക്കെ അവൾ പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്നും അവരെന്നെ ഉപദ്രവിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. എന്നാൽ നേഹ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് പ്രേരണ അവളുടെ വാതിൽ തുറന്നിട്ട് കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ അവൾ ആരും അറിയാതെ അവിടെ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ സമയം അടികൊണ്ട് എഴുന്നേറ്റ ഭോലയ്ക്ക് ഇത് ചെയ്തത് അനുജയാണെന്ന് മനസ്സിലാവുകയും അവിടെയൊക്കെ നോക്കുന്നതിനിടെ ടോർച്ചുമായി ഒരാൾ ഓടുന്നത് കണ്ട് അവൻ അവിടേക്ക് ചെല്ലുകയും ചെയ്യും. അങ്ങനെ അവൻ ആ കാട്ടിലൂടെ അവളെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറെ ദൂരം ചെല്ലുമ്പോൾ അവിടെ എങ്ങും അവളെ കാണാൻ കഴിയുന്നില്ല. അവൾ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവൾ പിന്നിലൂടെ വന്ന് അടിച്ചിടുകയും ശേഷം അവിടെ ഇട്ട് ദേഷ്യം മുഴുവൻ എടുത്ത് നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് അവന്റെ നെഞ്ചത്ത് കുത്തിക്കയറ്റുകയും രക്തം ഒരുപാട് പുറത്തേക്ക് ചാടുമ്പോൾ ചുറ്റുമുള്ള കാട്ടിൽ നിന്ന് മൃഗങ്ങളുടെയൊക്കെ വിളി കേട്ട് അവൾ അവിടെ നിന്ന് ഓടുന്നു. അവൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ജീവികൾ തന്നെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ദൂരെ അവന്റെ നിലവിളി കേൾക്കുകയും അവന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് വീട്ടിലുള്ളവർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതോടെ അവർ വീടിന്റെ വാതിലുകളെല്ലാം അടച്ച് പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ പുറത്തേക്ക് വരുന്ന നേഹയെ കാണുകയും ഞാൻ ആ ഭോലയെ കൊന്നുവെന്നും അവിടുത്തെ ആ കിളവനെയും ഞാൻ കൊല്ലുമെന്നും പറയുമ്പോൾ ഇനി അങ്ങോട്ട് പോണ്ടെന്നും ചിലപ്പോൾ ഇതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ലെന്നും നേഹ പറയുന്നു. അതൊന്നും പറ്റില്ല, നമ്മളോട് ഇത്രയൊക്കെ ക്രൂരത കാണിച്ച ആളാണ്, അയാളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഞാൻ അയാളെ കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവിടേക്ക് ചെല്ലുന്നു. അങ്ങനെ അവർ ഡ്രെയിനേജ് പൈപ്പിലൂടെ അവരെ ഇട്ടിരുന്ന റൂമിൽ കയറുകയും ആ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു. അവർ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുകയാണ്. ആരും കാണാതെ രണ്ടുപേരും അതുവഴി പാസ് ചെയ്ത് പോകുമെങ്കിലും ഘനശ്യാം ഇത് അറിയുന്നു. ഇതോടെ അയാൾ ഒരു ആക്രമണത്തിന് തയ്യാറായിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരും അവർ ഉള്ളിൽ കയറിയ കാര്യം അറിയുന്നു. അവർ റൂമിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ആരോ അവിടേക്ക് കയറി വരുന്ന ശബ്ദം കേൾക്കുകയും അനുജ ടെറസിലേക്ക് ഓടുകയും ചെയ്യുന്നു. നേഹ ഓടിച്ചെന്ന് അവിടുത്തെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ഘനശ്യാം ടെറസിലെത്തുന്നു. അയാൾ അവിടേക്ക് നോക്കിയിട്ട് അവളെ കാണുന്നില്ല. ഇതിനിടെ അവൾ പിന്നിലൂടെ വരുന്ന കാര്യം അയാൾ അറിയുകയും അറിയാത്തതുപോലെ നിൽക്കുകയും ചെയ്യുന്നു. അവൾ അടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അവളെ പിടികൂടുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന നേഹ അവിടെ ഇരിക്കുന്ന കത്തിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടെ സ്ത്രീ അവിടേക്ക് കയറി വന്ന് അവളുടെ കാലിൽ വെട്ടുകയും അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയും ഇതിനിടെ അബദ്ധത്തിൽ ആ കത്തി അവരുടെ കഴുത്തിലേക്ക് കുത്തി കയറുകയും ചെയ്യുന്നു. ഇതോടെ അവർ മറിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ്. ഈ സമയം ഘനശ്യാമും അനുജയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അവൾ അയാളെ അടിച്ച് തെറിപ്പിച്ച ശേഷം ആക്രമിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. എന്നാൽ അയാളും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയും കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം വടി കയ്യിൽ കിട്ടുന്ന അനുജ അയാളെ ചറപറെ അടിക്കുകയും ചെയ്യുന്നു. കുറെ നേരം അടികൊണ്ട് അയാൾ ആകെ തളർന്ന് കിളിപോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവൾ അയാളെ ഇറുക്കി കൊല്ലാൻ ശ്രമിക്കുകയും എന്നാൽ അവളെ കൊണ്ട് അതിന് പറ്റാതാവുകയും ചെയ്യുന്നു. ഇതോടെ അവൾ മാറി നിന്ന് ഉറക്കെ കരയുകയാണ്. എന്നാൽ വെറുതെ വിട്ടാൽ പറ്റില്ലെന്ന് മനസ്സിലാവുന്ന അവൾ രണ്ടും കൽപ്പിച്ച് ആ വടി കൊണ്ട് അയാളുടെ നെഞ്ചത്ത് കുത്തി താഴേക്ക് തള്ളി അങ്ങിടുന്നു. പ്രേരണയും എന്താണ് സംഭവിച്ചതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ മരിച്ചിട്ടില്ല. അയാൾ മൗനവ്രതമൊക്കെ വിട്ട് അമ്മ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന അനുജ താഴേക്ക് ഇറങ്ങി ചെല്ലുകയും തള്ളയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. ശേഷം മരിക്കാൻ കിടക്കുന്ന അയാളുടെ അടുത്ത് ചെന്ന് കത്തി കഴുത്തിലേക്ക് വെക്കുകയും പതിയെ മുറിച്ചങ്ങ് വിടുകയും ചെയ്യും. അയാൾ അവിടെ കിടന്ന് മരിക്കുന്നത് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു ചെന്ന് ഒരിടത്ത് ഇരിക്കുന്നു. ഈ സിനിമ ഇന്ത്യയിലെ മധ്യപ്രദേശിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഇറക്കിയതാണ്. ആ വീട്ടിലുണ്ടായിരുന്നവർ ചേർന്ന് 13ഓളം ആളുകളെ കൊന്നിട്ടുണ്ട്. അവിടെ ചെന്ന് പെട്ടുപോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അനുജയും നേഹയും മാത്രമാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. 2020 ഈ സിനിമ സോണി ലൈവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.